മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസിപി നേതാവുമായ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് സഞ്ചരിക്കുന്നതിനിടെയാണ് അപകടം. വിമാനാപകടത്തിൽ അജിത് കുമാറിന്റെ പിഎയും സുരക്ഷാ ഉദ്യോഗസ്ഥനും 2 വിമാന ജീവനക്കാരും കൊല്ലപ്പെട്ടു. രാവിലെ 8 മണിയോടെ മുംബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനം 8:45 ബാരാമതിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കത്തിയമരുകയായിരുന്നു. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസിപിയുടെ മുതിർന്ന നേതാവുമായ അജിത് പവാറിന്റെ മരണവാർത്ത വരുന്നത്. അത്യന്തം ദാരുണമായ മരണം, ഒപ്പം അത്രയേറെ അപ്രതീക്ഷിതവും കൂടിയാണല്ലോ. ഈ സമയത്ത് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഏറെ ഞെട്ടിച്ചുകൊണ്ട് ആരും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത ഇന്ന് രാജ്യത്തെ തേടിയെത്തിയത്. രാവിലെ സ്വന്തം നാട്ടിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ, കർഷകരുടെ പരിപാടികളിൽ പങ്കെടുക്കാനാണ് ബാരാമതിയിലേക്ക് ഇന്ന് രാവിലെ 8:10 കൂടി മുംബൈയിൽ നിന്ന് അജിത് പവാർ വിമാനം കയറിയത്. ലിയർ ജെറ്റ് 45XR എന്ന് പറയുന്ന അത്യാഡംബരമായിട്ടുള്ള ഒരു ജെറ്റാണ്. 8 മുതൽ 9 പേർക്ക് വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ജെറ്റിലാണ് അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന 5 പേരും. മൊത്തം അജിത് പവാർ ഉൾപ്പെടെ 5 പേരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത്. ഈ 5 പേരും മുംബൈയിൽ നിന്ന് പുറപ്പെട്ടത് ബാരാമതിയിലേക്ക്. എന്നാൽ 8:45 കൂടി ബാരാമതിയിലെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിലാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. അങ്ങനെ റൺവേയിൽ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത വിമാനം തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് പതിക്കുകയായിരുന്നു. അവിടെ വീണ് കത്തി അമരുകയായിരുന്നു ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ സ്വന്തം നാട്ടിലെ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടേക്ക് പാർട്ടി പ്രവർത്തകരുടെ ഒഴുക്കാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ആശുപത്രിക്ക് മുന്നിലുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമെല്ലാം ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം നാട്ടിലെ കർഷകർ സംഘടിപ്പിച്ച പരിപാടികളിൽ, വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന് ആ പരിപാടികളൊന്നും പങ്കെടുക്കാൻ കഴിയാതെ ഒരു അപ്രതീക്ഷിതമായ ഒരു വിയോഗം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവും അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ, വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞു. രാജ്യത്തെ ഏറ്റവും ഗ്രാസ് റൂട്ടായിട്ടുള്ള മനുഷ്യരോട് പോലും അത്രയും അധികം അടുപ്പമുള്ള നേതാവായിരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുശോചന സന്ദേശത്തിൽ രേഖപ്പെടുത്തിയത്. മാത്രമല്ല, മമതാ ബാനർജി, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അനുശോചന സന്ദേശങ്ങൾക്കൊപ്പം ഒരു പ്രധാന കാര്യം കൂടി എടുത്തു പറഞ്ഞത് ഈ ഒരു അപകടത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പ്രത്യേകം അന്വേഷിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. കോൺഗ്രസ് നേതാക്കൾ, എൻസിപി നേതാക്കൾ, BJP, അങ്ങനെ രാജ്യത്തുള്ള ഒട്ടുമിക്ക എല്ലാ പാർട്ടികളുടെ നേതാക്കൾ ഈ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കാലം മഹാരാഷ്ട്രയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന നേതാവാണ് അജിത് പവാർ എന്ന് പറയുന്നത്. NCP, അതായത് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള ചാണക്യനായി നിന്നുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്താനുമൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചതിൽ മുൻനിരയിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് അജിത് പവാർ എന്നുള്ളതാണ്. മാത്രമല്ല, NCPയുമായിട്ട് പിളർന്നതിന് ശേഷം NDAയിലേക്ക് എത്തുകയും വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു BJPയുടെ അല്ലെങ്കിൽ NDAയുടെ മുഖമായി നിന്ന ഒരു നേതാവ് കൂടിയാണ് അജിത് പവാർ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വിയോഗം രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ, ഈ ഒരു അപകടത്തിൽ ബ്ലാക്ക് ബോക്സ് ലഭിച്ചിട്ടുണ്ട്. ആ ബ്ലാക്ക് ബോക്സിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവുക. മാത്രമല്ല,
അദ്ദേഹം സഞ്ചരിച്ച വിമാനത്തെപ്പറ്റി പറയുമ്പോൾ അത്യാഡംബരമായിട്ടുള്ള വിമാനമാണ്. 8 മുതൽ 9 പേർക്ക് വരെ സഞ്ചരിക്കാൻ കഴിയുന്ന വിമാനമാണ്. അത് ലിയർജെറ്റ് XR, ലിയർജെറ്റ് 45 XR എന്ന് പറയുന്ന വിമാനമാണ്. അത് 2023 ഇതുപോലെ മുംബൈയിൽ വെച്ച് ഈ വിമാനം മറ്റൊരു അപകടത്തിൽ പെട്ടിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. വിശാഖപട്ടണത്ത് നിന്ന് മുംബൈയിലേക്ക് ലാൻഡ് ചെയ്യുന്നതിനിടെ കാലാവസ്ഥ പ്രശ്നമുണ്ടായതിനാൽ അത് റൺവേയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിമാനം റൺവേയിൽ നിന്ന് തെറ്റിപ്പോവുകയാണ് ഉണ്ടായത്. പക്ഷേ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ അന്ന് അതിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം രക്ഷപ്പെട്ടു. എന്നാൽ ഇത്തവണ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അജിത് പവാറിന് ജീവൻ നഷ്ടപ്പെട്ടു. അജിത് പവാറിനൊപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ ഭടന്മാരും പൈലറ്റുമാരും ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിദാരുണമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്ന് ബജറ്റ് സെഷൻ കൂടി തുടങ്ങുന്ന ഒരു ദിവസമായിരുന്നു. ആ ദിവസമാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. 8 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അജിത് പവാർ. അതുപോലെ ഒരു തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുത്തു. കഴിഞ്ഞ 40 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ MLA ആയിട്ടിരിക്കുന്ന ഒരാളായിരുന്നു അജിത് പവാർ. അങ്ങനെ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് അപ്രതീക്ഷിതമായി ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ശ്രീജ, അഭിലാഷ്, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം എടുത്താൽ തോൽവി അറിയാത്ത നേതാവ് എന്നതാണ് എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്. 91 ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇന്ന് വരെ അദ്ദേഹം തോൽവി അറിഞ്ഞിട്ടില്ല. മഹാരാഷ്ട്രയിലെ പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളിലും നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ചാണക്യതന്ത്രങ്ങൾ മാനേജ് ചെയ്തത് അജിത് പവാറായിരുന്നു. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ മഹാരാഷ്ട്രയിൽ പിന്നീട് നടന്ന പല രാഷ്ട്രീയ നാടകങ്ങളിലും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ഉണ്ടായിരുന്നത് എന്നതൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ മഹാരാഷ്ട്രയ്ക്ക് NCPക്ക് എത്ര വലിയ നഷ്ടമാണിത്? മഹാരാഷ്ട്രയെ സംബന്ധിച്ച്, മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിൽ NCPക്കൊപ്പം ശരത് പവാറിനൊപ്പം നിന്നതിന് ശേഷം പിന്നീട് പെട്ടെന്നായിരുന്നു NCP പിളർത്തിക്കൊണ്ട് ഒരു വലിയ പാർട്ടിയെ, ഒരു ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വലിയ പാർട്ടിയെ പിളർത്തിക്കൊണ്ടു പോകാനും ആ പിളർത്തിയ ഭാഗത്തെ അധികാരത്തിലെത്തിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള വലിയ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു അജിത് പവാർ എന്ന് പറയുന്നത്. എന്നാൽ പോലും ശരത് പവാറിനോടുള്ള അടുപ്പം വിട്ടുപോകാതെ ആ കുടുംബത്തോടൊപ്പം, അതേപോലെ ആ സ്നേഹത്തിൽ കുടുംബത്തോടൊപ്പം തുടരാൻ കൂടി കഴിയുന്ന ഒരു സാഹചര്യം അജിത് പവാർ ഉണ്ടാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നിപ്പോൾ ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് പോലും സുപ്രിയ സുലെയും സുനേത്രയും എല്ലാം അദ്ദേഹത്തിനെ കാണാനായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗ ആശുപത്രിയിലൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പിളർപ്പ് NCPക്കകത്ത് ഉണ്ടാക്കിയെങ്കിൽ പോലും അദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധം എല്ലാവരോടും ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 1991 അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. പിന്നെ 95-ലും 99-ലും 2004-ലും 2009-ലും 2014-ലും തുടരെ ജയിച്ചു വന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക്, കർഷകർക്കായാലും എല്ലാ മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള എല്ലാ ജനങ്ങൾക്കും അത്രയേറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു അജിത് പവാർ. അദ്ദേഹം ബാരാമതി സ്വദേശിയാണ്. ബാരാമതിയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം മണ്ഡലമായിരുന്നു ബാരാമതി. അവിടുത്തെ ജനങ്ങളെ ഇന്ന് കാണാനും അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാനും അവരുടെ റാലിയിൽ പങ്കെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ന് ബാരാമതിയിലേക്ക് പോയത്. അങ്ങനെ 8 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായി എന്ന റെക്കോർഡ് സ്വന്തമായിട്ടുള്ള ആൾ കൂടിയാണ് അജിത് പവാർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വിമാനാപകടത്തിൽ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ഇതിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അതിൽ ബ്ലാക്ക് ബോക്സ് കിട്ടി എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ആ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുമ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. ആ വിവരങ്ങൾക്കായാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വാർത്ത വന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCPയുടെ മുതിർന്ന നേതാവുമായ അജിത് പവാറിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ കൂടെ ആ വിമാനത്തിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹായിയും ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥനും പിന്നീട് 2 പൈലറ്റുമാരുമായിരുന്നു. ഈ 5 പേരുടെയും മരണം പിന്നീട് സിവിൽ ഏവിയേഷൻ വിഭാഗം സ്ഥിരീകരിച്ചു. അത്യന്തം ദുഃഖകരമായ വാർത്ത. രാജ്യം മുഴുവൻ ഞെട്ടൽ രേഖപ്പെടുത്തുകയാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ദാരുണാന്ത്യത്തിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.